ഇന്ന് ഒരു കണക്ക് ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലെത്തിയാൽ പോലും പല കുട്ടികളും പറയുന്നുണ്ട്, എനിക്ക് വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ അറിയില്ല, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് അറിയാവുന്നുള്ള സ്ക്വയർ റൂട്ട് അറിയാവുന്ന നമ്പറിൽ തന്നെ ഞാൻ തുടങ്ങാം, എളുപ്പമാകാൻ വേണ്ടി. 625 സ്ക്വയർ റൂട്ട് വേണം. വലത്ത് നിന്ന് ഇടത്തോട്ട് 2 ഡിജിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഇത് രണ്ട് ഒരു ഗ്രൂപ്പായി, ഇനി ഒരു ഡിജിറ്റേ ഉള്ളൂ. വരച്ചു. ഇവിടെ എഴുതുന്ന അതേ ഡിജിറ്റ് മോളിൽ എഴുതണം. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ അത് ഈ കിട്ടുന്ന നമ്പറിന് ഈക്വലോ അതിന് തൊട്ട് താഴെയോ ആയിരിക്കണം. ഞാനിവിടെ 3 എഴുതിയാൽ അവിടെ 3 എഴുതുമ്പോൾ 3 3s are 9, 6 കൂടിപ്പോയി. അതുകൊണ്ട് ഇവിടെ 2, ഇവിടെ 2, 2 2 4, ബാലൻസ് 2. ഇനി 25 എന്ന ആ അടുത്ത ഗ്രൂപ്പിനെയാണ് താഴെ ഇറക്കേണ്ടത്, ഒരു ഡിജിറ്റ് അല്ല. 25 ഇറക്കി. ഇനി ഇവിടെയുള്ള ഈ നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ മോളിൽ കാണുന്ന നമ്പറിന്റെ ഡബിൾ ചെയ്ത് ഇവിടെ എഴുതുക. മോളിൽ കാണുന്ന നമ്പർ ഏത്? 2. ഡബിൾ ചെയ്തപ്പോൾ 4 കിട്ടും. ഇനി ഇവിടെ എഴുതുന്ന ഈ ഡിജിറ്റ് തന്നെ അവിടെയും എഴുതണം. ആ ഡിജിറ്റും ഈ നമ്പരും കൂടെ ഗുണിക്കുമ്പോൾ, അവിടെ എഴുതുന്ന ഡിജിറ്റും ഇവിടുത്തെ ഈ നമ്പരും കൂടെ ഗുണിക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ ഇതിന് തൊട്ട് താഴെ കേട്ടു. ഞാനിവിടെ 1 എഴുതിയാൽ അവിടെ 1, 1 41 തീരെ ചെറുതാണ്. ഇവിടെ 2 എഴുതിയാൽ അവിടെ 2, 2 42 84 ആയിരുന്നു. ഞാനിവിടെ 5 എഴുതിയാൽ ഇവിടെയും 5 എഴുതി. 5 × 5 25 ശേഷം 2, 5 22 22 റിമൈൻഡർ 0. അപ്പൊ 25 സ്ക്വയർ റൂട്ട്. മനസ്സിലാക്കി. ഇനി 1225 വലത്ത് അടുത്തോട്ട് 2 വീതം ഗ്രൂപ്പാക്കി. ഇതവണ ഇത് 2 ഒരു ഗ്രൂപ്പാക്കി. ഇവിടെ എഴുതുന്ന ഡിജിറ്റ് തന്നെ മുകളിലും എഴുതണം. ഞാനിവിടെ 3 എഴുതിയാൽ അവിടെ 3, 3 × 3 9, 12 താഴെ. 4 എഴുതിയാലും 4 × 4 16 കൂടി പോകും. അതുകൊണ്ട് ഇവിടെ 3 എഴുതി, അവിടെ 3 എഴുതി. 3 × 3 9, ബാലൻസ് 3. അടുത്ത ഗ്രൂപ്പിനെ ഇറക്കി. ഇനി മുകളിലത്തെ നമ്പർ 3, 3 × 2 6. ഇവിടെ എഴുതിയ ഡിജിറ്റ് ആയ 5 ഞാൻ അവിടെയും എഴുതി. 5 × 65 325 ആണ്. അപ്പൊ മനസ്സിലായി 35 സ്ക്വയർ റൂട്ട്. ഇനി 271 441 ഈ വലിയ നമ്പർ സ്ക്വയർ റൂട്ട് വിളിക്കുമ്പോൾ ഒരു ബാക്കി 2 2 2. ഇവിടെ 5 എഴുതിയാൽ അവിടെ 5 എഴുതും. 5 × 5 25. 6 എഴുതിയാൽ 6 × 6 36, 27 കൂടി പോകും. അതുകൊണ്ട് 5 എഴുതാനിക്കും. 5 × 5 25, റിമൈൻഡർ 2. അടുത്ത 14 താഴെ ഇറക്കി. ഇനി മുകളിലത്തെ 5 ഡബിൾ ചെയ്ത് ഇവിടെ എഴുതി 10. അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് ഓർത്താൽ മതി. 5 + 5 10. ഇവിടെ 1 എഴുതിയാൽ അവിടെ 1 എഴുതും. 1 × 101 പോലെ. 2 ഇവിടെ എഴുതിയാൽ അവിടെ 2 എഴുതും. 2 × 102 204. 3 അവിടെ എഴുതിയാൽ ഇവിടെ 3 എഴുതുമ്പോൾ 3 × 103 300 കൂടി പോകും. അതുകൊണ്ട് 2 നിർത്തി. 2 × 102 204 0 1. അടുത്ത 41 ഗ്രൂപ്പിൽ താഴെ ഇറക്കി. അടുത്ത മോഡലത്തെ നമ്പറായ 52 2 കൊണ്ട് ഓടിച്ചു 104 നേടി. അല്ലെങ്കിൽ 102 + 2 അങ്ങനെ ഓർത്താൽ മതി. 102 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ആയ 2 104. അല്ലെ മോഡലത്തെ നമ്പർ ഗുണം 2, അല്ലെ തൊട്ട് മോഡലത്തെ നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ്. അത് നിങ്ങൾ തീരുമാനിച്ചു. ഇതിപ്പോ എളുപ്പമാണ്. ഞാനിവിടെ 1 എഴുതിയപ്പോൾ തന്നെ അവിടെ 1 എഴുതിയാൽ 1 × 1041 521 സ്ക്വയർ റൂട്ട്.
ഇനി ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. വൺ 10404 വരച്ചു, 2 2 ഗ്രൂപ്പാക്കി. ഇവിടെ 1 ആണ്. അപ്പോൾ 1 1 1. അടുത്ത 04, അതായത് 4 ആണ് താഴെ ഇറക്കിയത്. ഈ നമ്പറിന് ഡബിൾ ചെയ്ത് ഇവിടെ എഴുതി 2, അല്ലെങ്കിൽ 1 + 1 2. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മളൊരു ഗ്രൂപ്പ് താഴെ ഇറക്കി കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ 1 എന്ന ഏറ്റവും ചെറിയ നമ്പർ എഴുതിയാൽ പോലും ഇവിടെ 1, അവിടെ 1, 1 × 21 4-നേക്കാൾ വലിയ നമ്പറായിപ്പോയി. അപ്പോൾ ഇവിടെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത ഗ്രൂപ്പ് താഴെ ഇറക്കണം. ബട്ട് അങ്ങനെ അടുത്ത ഗ്രൂപ്പ് ഇറക്കേണ്ടി വന്നാൽ ഇവിടെയും അവിടെയും ഓരോ 0 കൊടുക്കണം. ഈ 0 നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ടീച്ചർ മാർജിനിലെ 0 തരും. അത് ഓർക്കുക. ഇനി ഇവിടെ എഴുതുന്ന ഡിജിറ്റായ 2 അവിടെ എഴുതിയപ്പോൾ 2 × 202 404. അപ്പോൾ 102. ഇങ്ങനെ 0 കൊടുക്കേണ്ട സന്ദർഭം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി എല്ലാവരും പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നൊന്നും ഇല്ലല്ലോ. ഇപ്പൊ 65-ന് സ്ക്വയർ റൂട്ട്, രണ്ടെണ്ണം തന്നെ ഗ്രൂപ്പാക്കി 65 തന്നെയാണ്. 8 8 64, ബാലൻസ് 1. ഇനി ഇറക്കാനില്ലാത്തതുകൊണ്ട് അവിടെ ഡെസിമൽ കൊടുത്തിട്ട് 2 0 കൊടുക്കണം. ഒരു 0 അല്ല, 2 0. ഇനി 8-ന് 2 കൊണ്ട് ഓടിച്ച് ഇവിടെ 16 ആക്കി. അല്ലെങ്കിൽ 8 + 8 16. ഇനി ഇവിടെ ഞാൻ 1 കൊടുത്താൽ ഒരു 1 കൊണ്ട് ചേർന്നതിനേക്കാൾ വലിയ നമ്പരാണ്. അതുകൊണ്ട് വീണ്ടും 2 0 ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും അവിടെയും ഓരോ 0 കൊടുത്തു. ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡിജിറ്റ് അവിടെയും കൊടുക്കണം. ആ ഡിജിറ്റും ഇതും കൂടെ കൂടി ഇവിടുത്തെ നമ്പറും കൂടെ ഗുണിച്ചാൽ ഇത് കിട്ടണം. ഇത് മനസ്സിലൊരു ഏകദേശ ബോധം വേണം. ആ 160-നോട് ഒരു ഡിജിറ്റോട് ചേർക്കുമ്പോൾ അത് 1600 മോളിൽ പോകും. ഞാൻ ഇവിടെ 8 കൊടുത്താൽ തന്നെ 8 × 1500 തന്നെ 12,000 ആണ്. ഇവിടെ 10,000 ഉള്ളൂ. അപ്പം 8 എന്തായാലും വേണ്ട. 6 കൊടുത്താലും പ്രശ്നമാവും ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഒരു 5 വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. 1605. അപ്പം അവിടെ 5 25 5000 3 55 3 8. അപ്പം ഇനി അടുത്ത 6 പറ്റുമോ ഇല്ലേ സംശയം തോന്നിയിലേക്ക് കൊടുക്കും. 6 36. ഇനി 7 കൊടുത്താൽ എന്തായാലും വെളിയിൽ പോകും. ഇപ്പം ഇവിടെ 6 കൊടുത്ത് അവിടെ 6 കൊടുത്ത് 9636 4 9 - 3 6 3 0. അപ്പോൾ ഇത് അവസാനിക്കുന്നതിൽ എങ്ങനെ നമുക്ക് അങ്ങ് ചെയ്ത് പോകേണ്ടി വരും. 8.06 സ്ക്വയർ റൂട്ട് കിട്ടും. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ടുകൾ അഥവാ വർഗ്ഗമൂലം കണ്ടുപിടിക്കേണ്ടത്. ഇത് നല്ല അറിവുണ്ടാവണം. പല കണക്കുകളിലും ഇടയ്ക്ക് വെച്ച് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ക്ലാസ്സിൽ ടീച്ചേഴ്സിന് ഓരോ കണക്ക് വരുമ്പോഴും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് കൂടെ ഇത് കാണും, കൂടെ ഇത് ചെയ്ത് നോക്കൂ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് അതിൽ നിങ്ങളെ പ്രാവീണ്യം തെളിയിക്കൂ. ഓൾ ദി ബെസ്റ്റ്.